അങ്ങനെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ബ്രിട്ടൻ്റെ യുദ്ധവിമാനം F-35 അതിൻ്റെ തകരാറുകളൊക്കെ പരിഹരിച്ച് അടുത്ത ദിവസം തന്നെ തിരിച്ച് പറക്കും എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സംശയം, ഒരു യുദ്ധവിമാനം ഇത്രയും നാൾ മറ്റൊരു നാറ്റോ സഖ്യത്തിൽ പോലും പെടാത്ത ഒരു രാജ്യത്ത് സൂക്ഷിച്ചിട്ട് എന്തായിരിക്കും ഇതിന് ഈ തകരാറ് പരിഹരിക്കാൻ ഇത്ര വലിയ കാലതാമസം വന്നിട്ടുണ്ടാവുക? അതായത് ഇത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഇതിനകത്ത് പിന്നിൽ ഒരുപാട് കളികളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയതാണോ? നമ്മൾ മുമ്പ് തന്നെ ഒരുപാട് തിയറികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഫ്യൂൽ അങ്ങനെ തീരില്ല, ആവശ്യത്തിന് ഫ്യൂലുള്ളപ്പോൾ പറക്കും, കൃത്യമായിട്ട് ഫ്യൂൽ കാൽക്കുലേഷനിൽ ഇത് ലാൻഡ് ചെയ്യുന്നത് ഒരുപാട് ഫ്യൂൽ മിച്ചമുള്ളപ്പോഴായിരിക്കും ഇവർ പലവട്ടം ലാൻഡിങ്ങിന് ശ്രമിച്ചത്. എന്നാലും അവിടെ ഫ്യൂലൊന്നും അങ്ങനെ തീരാനുള്ള സാധ്യതയില്ല. JP5 JP10 പോലുള്ള ഫ്യൂലൊക്കെയാണ് ഇതിൽ നാറ്റോ സർട്ടിഫൈഡ് ഫ്യൂൽസാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള തന്നെയാണ് നമ്മളുടെ കയ്യിലുമുള്ള ഏവിയേഷൻ ഫ്യൂൽ. അതായത് ഡിഫൻസിൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സും ഗ്രേഡ്സും ഒക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മളുടേതും ഈ പറയുന്ന UK ഉപയോഗിക്കുന്നതും തമ്മിൽ ചെറിയ നേരിയ വ്യത്യാസമായിട്ടുണ്ട്. 99.9 അതിൽ ഓക്കെ ആണെങ്കിൽ അതവർ ഉപയോഗിക്കില്ല. കാരണം നാറ്റോ സർട്ടിഫിക്കേഷൻ വേണം. അങ്ങനെ ഒരു നാറ്റോ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഫ്യൂൽ നിറയ്ക്കാനായിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമെന്ന് വിശ്വസിക്കാനും കഴിയില്ല. വലിയ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സാങ്കേതിക തകരാറെന്ന് പറയുന്നത്. സാങ്കേതിക തകരാറായിട്ടാണ് ഇത് ഇറങ്ങിയതെങ്കിൽ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അവർ പറയുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലാൻഡിങ്ങിൻ്റെ സമയത്താണ് പ്രശ്നം വന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്? ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ അതിൻ്റെ ടയറിന് കംപ്ലയിൻറ്റ് വന്നത്, അതിൻ്റെ വീലിന് കംപ്ലയിൻറ്റ് വന്നത്. അത് ഇറങ്ങിയതിന് ശേഷമല്ലേ? അപ്പോൾ ഇറങ്ങാനുള്ള കാരണം എന്താണ്? ക്ലൈമറ്റ് ഇന്ധനം തീർന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ശരി, അങ്ങനെ എടുത്താലും കുറേ സമയം ഒരു കപ്പലിലേക്ക് ഇറങ്ങാൻ ക്ലൈമറ്റ് ഇഷ്യൂ ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ കൂടി ലാൻഡിംഗ് ഗിയറിൻ്റെ ഇഷ്യൂ ഒക്കെ അൺഐഡൻറ്റിഫൈഡ് ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആണ്, തകരാറുണ്ട്. എൻജിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ വലിയ സമയം എടുക്കുക ശരിയാക്കാനായിട്ട്. ഈ ലാൻഡിംഗ് ഗിയറിൻ്റെ പ്രശ്നമാണ്. അത് അവരുടെ ടെക്നീഷ്യൻസ് വന്നിട്ട് പോലും നടന്നില്ല എന്ന് പറയുന്നു. പിന്നെ അധിക സമയമൊന്നും എടുക്കേണ്ടതില്ലായിരുന്നു, ഇവർക്ക് വന്ന് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. വലിയ നീട്ടൽ വലിച്ചഴിക്കൽ ഇതിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ തിരയുന്നത്. ഇതിൻ്റെ പേരിൽ പല ചർച്ചകളും വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് അമേരിക്ക ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, അതായത് നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഡിഫൻസ് എക്സ്പെൻസീവ്, അതായത് നാറ്റോയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡിഫൻസ് എക്സ്പെൻസ് 2% നിന്ന് GDPയുടെ 5% ഉയർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക ഈ പറയുന്ന വലിയ തോതിൽ അതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ നാറ്റോയിലേക്ക് നിക്ഷേപിക്കുന്ന ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യമെന്ന് പറയുന്ന അമേരിക്കയാണ്. ആ അമേരിക്കയ്ക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വലിയ ചിലവ് വരുന്നുണ്ട്, വലിയ സാമ്പത്തിക പ്രശ്നം വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അമേരിക്ക ഈ തീരുവ യുദ്ധമൊക്കെ നടത്തുന്നുണ്ടല്ലോ, തീരുവ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നു. അമേരിക്ക സാമ്പത്തികമായി വലിയ തോതിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. ആ സമയത്താണ് ഈ പറയുന്ന ട്രംപ് ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ഇന്തോനേഷ്യ എടുത്ത് പറഞ്ഞു 12% തീരുവ വരണമെന്ന്. അപ്പോൾ ഈ പറയുന്ന ലോകത്ത് മൊത്തം ഇല്ലാത്ത, അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുക അമേരിക്കയിൽ നിന്നുള്ള മദ്യം ഉപയോഗിക്കേണ്ടതെന്ന്. അതിന് തീരുവ വർദ്ധിപ്പിക്കാൻ പോകുക അവർ. അപ്പോൾ അത് 100% വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അമേരിക്ക തീർന്നു. അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരുപാട് ഭീഷണികൾ നേരിടുകയും വലിയ പ്രതിസന്ധിയിലേക്ക് അമേരിക്ക കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ തകർച്ച സമീപഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രശ്നം നേരിടുന്ന അമേരിക്കയ്ക്ക്, അതായത് ഇപ്പോൾ ഡോളറിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ഗോൾഡിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെയുണ്ട്. എന്തിനേറെ സിൽവർ വരെ. നമുക്കറിയാം, നിങ്ങൾ വിപണി വിലയെടുത്ത് നോക്കുക, സിൽവറിന് എന്തുമാത്രം വിലക്കയറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. സിൽവറിൽ വരെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കാറുള്ള ഒരു മെറ്റലാണ് സിൽവർ എന്ന് പറയുന്നത്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈ സ്വർണം പോലെ തന്നെ സേഫാണ്, എന്നാൽ അത്ര എക്സ്പെൻസീവും അല്ല. അങ്ങനെയൊക്കെയുള്ളത്. സ്വർണ്ണത്തിന് വലിയ വില ആയതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ വെള്ളിയിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ ഇനി അടുത്ത ഈ പറയുന്ന അമേരിക്കയുടെ ഈ ആവശ്യം ഉന്നയിക്കുന്നതോടുകൂടി തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രഷറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ യൂറോ ഫൈറ്റർ എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ നല്ല മെറ്റലാണ് അതിൽ ഉപയോഗിക്കുന്നത്, ട്രഡീഷണൽ മെറ്റൽസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ F-35 ഒഴിവാക്കാനുള്ള ഒരു ശ്രമം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ കാർബൺ ഫൈബർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യ പോലുള്ള ഹ്യൂമിഡ് രാജ്യങ്ങളിൽ അതായത് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ ഡിക്കേയും കൂടുതലാവും, അതിൻ്റെ ഇല്ലാതായി പോകുന്നതിൻ്റെ അളവ് കൂടുതലാവും, പെട്ടെന്ന് നാശം സംഭവിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം വലിയ എക്സ്പെൻസീവാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വലിയ ചിലവാണ്, ഭാരിച്ച ചിലവാണ്, വലിയ വില കൊടുത്ത് വാങ്ങിക്കണം, കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, എന്നാൽ എന്നാൽ വലിയ ചിലവുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം ആരെങ്കിലും വാങ്ങാൻ തയ്യാറാവുമോ? യൂറോപ്യൻ രാജ്യങ്ങളോട്, യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികളോട് ട്രംപ് നിർബന്ധം പിടിക്കുന്നത് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ തടയിടണമെങ്കിൽ അത് ഡ്യൂറബിൾ അല്ല എന്ന് കാണിക്കണം. അതായത് ദീർഘകാലം നിൽക്കുന്ന അല്ല, ഈൽഡുള്ള വലിയ മുന്നോട്ട് പോകുന്നതല്ല എന്നുള്ളതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടിറക്കിയത് എന്ന് പറയുന്ന ഒരു തിയറിയുണ്ട്. ആ തിയറി പ്രകാരം ഇവിടെ കൊണ്ടിട്ട് അത് പറക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും അമേരിക്കയുടെ ഡിഫൻസ് വിപണിക്ക്, അതായത് പ്രതിരോധ വിപണിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന F-35 പണിമുടക്കം. അതായത് അത് പണിയെടുക്കാതായത്, വർക്ക് ചെയ്യാതായതോടുകൂടി അമേരിക്ക വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ജെറ്റുകൾ അതായത് നിന്ന് പൊങ്ങുകയും ഹെലികോപ്റ്റർ മാതിരി പൊങ്ങുകയും ഇറങ്ങുകയും ചെയ്യാനുള്ള ശേഷിയൊക്കെ ഉള്ളതാണ്, സ്റ്റെൽത്താണ്. പക്ഷേ ഈ പറയുന്ന യൂറോ ഫൈറ്റർ ആയാലും അതുപോലത്തെ വിമാനങ്ങളായാലും റാഫേൽ ആയാലും ഒക്കെ യൂറോപ്യൻ യൂണിയൻ്റെയിലെ മറ്റ് രാജ്യങ്ങളുടെ കയ്യിലെല്ലാം ഇതുണ്ട്. അതുള്ളിടത്തോളം കാലം അവർക്ക് എന്തിനു വേണ്ടിയിട്ട് അമേരിക്ക ആശ്രയിക്കണമെന്നുള്ളതാണ്. ഇന്ത്യ അടുത്തും പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പറഞ്ഞ് ഞങ്ങളൊരു ബ്ലൈൻഡ് ബൈയിങ്, അതായത് കണ്ണടച്ചുകൊണ്ട് വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ ഞങ്ങൾ നിർത്തി. ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ആകാശ പോലെയുള്ള മിസൈലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ Su-57 എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ നമുക്ക് തരുന്ന യുദ്ധവിമാനമുണ്ട്. അത് Su-57 തരുമ്പോൾ മുഴുവൻ ടെക്നോളജി അടക്കമാണ് തരുന്നത്. അതുപോലെ തന്നെ സുഖോയുടെ മറ്റ് വിമാനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ എനിക്ക് തോന്നുന്നു മിഗോ മിറാഷോയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമായി ഇന്ത്യ. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഉള്ള മിറാഷുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനും നമ്മൾ ഈ അമേരിക്കയുടെ നിന്ന് വില കൂടിയ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ള ഈ പറയുന്ന ഇത് വാങ്ങിക്കണം, വിമാനം വാങ്ങിക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ തടയിടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ ഈ സ്റ്റെൽത്തിനെയൊക്കെ സ്കാൻ ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. അത് ഇന്ത്യയുടെ കയ്യിൽ ഈ സ്റ്റെൽത്ത് F-35 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ കണ്ട് അതിനെയൊക്കെ റഡാറിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു തിയറിയും കൂടെ വന്നിരുന്നു, ഈ പറയുന്ന F-35 നമ്മൾ ജാം ചെയ്ത് ഇറക്കിയതാണ്. അങ്ങനെ ജാം ചെയ്യാനും ലോക്ക് ചെയ്യാനൊന്നും സാധാരണഗതിയിൽ യുദ്ധവിമാനത്തിന് സാധിക്കില്ല. പക്ഷേ ഇന്ത്യ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് F-35 വന്നപ്പോൾ ഇങ്ങനെ ഒരു വിമാനം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന് ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അതൊരു അപകടാവസ്ഥയിലാണ് വരുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് ലാൻഡ് ചെയ്തോളം നമ്മൾ അനുവാദം കൊടുത്തു. ഒരുപാടിട്ട് പറത്ത് ബുദ്ധിമുട്ടുകയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആ വിമാനത്തിന്. അപ്പോൾ ഇല്ലെങ്കിൽ സാധാരണ നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ ആകാശത്ത് എത്ര തവണയാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് റഡാറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലവട്ടം ഈ പറയുന്ന വിമാനങ്ങൾ ചുറ്റിത്തിരിയുന്നത് കാണാൻ കഴിയും. കാരണം പലപ്പോഴും ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് സമയമെടുക്കും. പക്ഷേ ഇതൊരു എമർജൻസി ലാൻഡിങ് കൊടുത്തു. അത് നമ്മളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ടാണ്. കാരണം നമ്മുടെ കയ്യിൽ സിസ്റ്റം ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇത് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ വളരെയധികം പുരോഗമിച്ച ഒരു രാജ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന ടെക്നോളജിയിലൊക്കെ നമുക്ക് Su-57 നമ്മളിവിടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റഷ്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നമ്മുടെ ഇവിടെ സ്വീകാര്യത കൂടുതലാണ്. ടെക്നോളജി ട്രാൻസ്ഫർ പെട്ടെന്ന് നടക്കും. ഈ പറയുന്ന പോലെ അഡോപ്ഷൻസ് പെട്ടെന്ന് നടക്കും. നമ്മുടെ ആയുധങ്ങളൊക്കെ അതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയും. കാലാകാലങ്ങളായിട്ടുള്ള ബന്ധമാണ് റഷ്യയുമായിട്ടുള്ളത്. പക്ഷേ അമേരിക്കയുടെ ഈ വലിയ വില കൂടിയ എന്നാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അധികകാലം നീണ്ടു നിൽക്കാത്ത ഡ്യൂറബിലിറ്റി കുറഞ്ഞിട്ടുള്ള യുദ്ധവിമാനങ്ങൾ എന്തിനു വാങ്ങണമെന്നുള്ള ചോദ്യമുണ്ട്. ഇതേ അവസരം ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം. അപ്പോൾ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാണ്. അങ്ങനെ കുറച്ച് നാൾ ഇതിനെ ഷെഡിൽ കിടന്ന് മഴയത്ത് കിടന്ന് പ്രശ്നമായി ഇത് കൊള്ളില്ലാത്തൊരു വിമാനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ആഗ്രഹം UK കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് നീണ്ടുപോയത് എന്നാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.